വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ സാധാരണ മറ്റ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ടിക്ക് 1 ടിക്ക് 2 ആ രീതിയിലൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അതിൻ്റെ ഓപ്ഷൻസ് തരും. ആ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. സിമ്പിൾ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് മാത്രമല്ല, ജൂനിയർ ക്ലർക്ക് എക്സാം, അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് എക്സാം, അതുപോലെ ജൂനിയർ അസിസ്റ്റൻറ്റ്, ജൂനിയർ ക്ലർക്ക് എക്സാം, അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഒരു കാഷ്യർ എക്സാം ആണെങ്കിലും അതിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കണക്ട് ചെയ്യാൻ നിങ്ങൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഈസ് നോൺ ആസ്. The capital with which the company is registered is known as. Option A, nominal capital. Option B, subscribed capital. Option C, paid up capital. And option D, reserve capital. ഏതാണ് ആൻസർ എന്ന് നോക്കുക. ക്വസ്റ്റ്യൻ: ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ, നോമിനൽ ക്യാപിറ്റൽ. ഓപ്ഷൻ ബി, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ആൻഡ് ഓപ്ഷൻ ഡി, റിസർവ് ക്യാപിറ്റൽ. ഏതാണ് ആൻസർ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ എല്ലാ ആൻസറും മാർക്ക് നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടി എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആൻസർ വായിക്കുകയാണ്. വീഡിയോ വെച്ചാൽ ശരിയാവില്ല. ക്വസ്റ്റ്യൻസ് വായിച്ചു പോവുകയാണ്. നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. ആൻസർ ഇവിടെ വരുന്നത് നോമിനൽ ക്യാപിറ്റലാണ്. ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ്. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ഏത് ക്യാപിറ്റൽ വെച്ചിട്ടാണ്? നോമിനൽ ക്യാപിറ്റൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: share issue expense is known as a deduction under the heading. Share issue expense is known as a deduction under the heading. Option A, reserves and surplus. Option B, miscellaneous expense. Option C, share capital. And option D, investment. എന്താണ് ക്വസ്റ്റ്യൻ? ഷെയർ ഇഷ്യൂ എക്സ്പെൻസ് ഈസ് നോൺ ആസ് ഡിഡക്ഷൻ അണ്ടർ ദ ഹെഡിങ്. ഡിഡക്ഷൻ അണ്ടർ ദ ഹെഡിങ്. ആൻസർ വരുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഷെയർ അലോട്ട്മെൻറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഓഫ് ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്റ്റസ്. ഷെയർ അലോട്ട്മെൻറ്റ് പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഷെയർ അലോട്ട്മെൻറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്റ്റസ്. ഓപ്ഷൻ എ 60, ഓപ്ഷൻ ബി 120, ഓപ്ഷൻ സി 180 ആൻഡ് ഓപ്ഷൻ ഡി 360. എത്ര ദിവസത്തിനുള്ളിലാണ്? ആൻസർ വരുന്നത് 120 ആണ്. 120 ഡേയ്സിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: certain companies are formed on the basis of promotion of arts, sports, science, culture, etc. These companies are. ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനീസിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ, ലിമിറ്റഡ് ബൈ ഷെയർസ്. ഓപ്ഷൻ ബി, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഓപ്ഷൻ സി, വിത്ത് അൺലിമിറ്റഡ് ലാബിലിറ്റി. ആൻഡ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്? ആൻസർ വരുന്നത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കോൾഡ് അപ്പ് ക്യാപിറ്റൽ കോൾസ് ഇൻ അരിയേഴ്സ് ഈസ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ കോൾസ് ഇൻ അരിയേഴ്സ് ഈസ്. ഓപ്ഷൻ എ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓപ്ഷൻ ബി, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ആൻഡ് ഓപ്ഷൻ ഡി, അൺകോൾഡ് ക്യാപിറ്റൽ. ആൻസർ വരുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. സിക്സ്ത് ക്വസ്റ്റ്യൻ: certain shares are issued by a company with a stipulation that these are repaid
either after a fixed period or even earlier. Such shares are, question ഒന്നുകൂടെ വായിക്കാം. Certain shares are issued by a company with a stipulation that these are repaid. അത് റീപേ ചെയ്യണം. either after a fixed period, ഒരു ഫിക്സഡ് പീരിയഡിനുള്ളിൽ, or even earlier, അതിന് മുൻപ്. Such shares are option A equity shares, option B deferred shares, option C redeemable shares and option D convertible preference shares. ഏത് ഷെയർസ് ആണ്? ആൻസർ റെഡീമബിൾ ഷെയർസ് ആണ്. നമ്മൾ റെഡീം ചെയ്യണം ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ must be subscribed by the public before a public company can allot shares. The minimum amount of capital which must be subscribed by the public before a public company can allot shares. Answer options: allotment money, B minimum subscription, C subscribed capital, D none of these. ഇവിടെ ആൻസർ വരുന്നത് മിനിമം സബ്സ്ക്രിപ്ഷനാണ്. മിനിമം എമൗണ്ട് ഓഫ് മണി സബ്സ്ക്രൈബ്ഡ് ഫ്രം ദ പബ്ലിക് എന്ന് പറയുന്നത് മിനിമം സബ്സ്ക്രിപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൾസ് ഇൻ അഡ്വാൻസ് ഈസ് എ ഡാഷ് ടു ദ കമ്പനി. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കമ്പനിക്ക് എന്താണ്? ഓപ്ഷൻ എ അസറ്റ്, ഓപ്ഷൻ ബി ലാബിലിറ്റീസ്, ഓപ്ഷൻ സി ഏർണിങ്സ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിക്കൊരു ലാബിലിറ്റിയാണ്. ആൻസർ ലാബിലിറ്റി. Next question, forfeited shares account is finally closed by the transfer of its balance to. Forfeited shares account is finally closed. അത് ക്ലോസ് ചെയ്യുന്നത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്? ട്രാൻസ്ഫർ ഓഫ് ഇറ്റ്സ് ബാലൻസ് ടു. ഓപ്ഷൻ എ ക്യാപിറ്റൽ റിസർവ്, ഓപ്ഷൻ ബി ജനറൽ റിസർവ്, ഓപ്ഷൻ സി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ആൻഡ് ഓപ്ഷൻ ഡി ഫ്രീ റിസർവ്. ആൻസർ വരുന്നത് ക്യാപിറ്റൽ റിസർവ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പനീസ് യൂഷ്വലി കനോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് മോർ ദാൻ. ഒരു കമ്പനിക്ക് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് മോർ ദാൻ, അതിൽ കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. എത്ര റേറ്റാണ് പറയുന്നത്? എ 15%, ബി 10%, സി 5% ആൻഡ് ഡി 3%. അപ്പം എ കമ്പനി യൂഷ്വലി കനോട്ട് ഇഷ്യൂ ഷെയർസ്, അതിൽ കൂടുതൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല അറ്റ് എ ഡിസ്കൗണ്ട് മോർ ദാൻ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 5% ആണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. കിട്ടാത്ത ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഒരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. താങ്ക് യു.